കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ. ബലാത്സംഗ കേസിൽ പ്രതിയായി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ രാഹുലിനെതിരെ രാഷ്ട്രീയവും ധാർമ്മികവുമായ സമ്മർദ്ദങ്ങൾ ശക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ രാഹുലിനെ എംഎൽഎ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനെ ശക്തമായി പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും തീരുമാനം. രാഷ്ട്രീയമായി രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നിയമസഭാ അംഗത്വം സംരക്ഷിക്കുക എന്നത് ഒരു ജനാധിപത്യ കീഴ്വഴക്കമായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു. ഇതേസമയം തന്നെ പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരു വ്യക്തി നിയമസഭയിൽ തുടരുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യമാണ് ഭരണപക്ഷം ഉയർത്തുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇതിനെ നിയമപരവും ഭരണഘടനാപരവുമായാണ് നേരിടുന്നത്. വ്യക്തിഗതമല്ല പൊതുനിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് വേണ്ടിയല്ല കോൺഗ്രസ് നിലകൊള്ളുന്നത്, മറിച്ച് ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കുന്നതിലുള്ള ചട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനാണെന്ന് സതീശൻ വ്യക്തമാക്കുന്നു. കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഒരാളെ അയോഗ്യനാക്കാൻ നിയമസഭയ്ക്കോ എത്തിക്സ് കമ്മിറ്റിക്കോ അധികാരമില്ല എന്നതാണ് യുഡിഎഫിന്റെ പക്ഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ച് 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഒരാൾ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്നും സ്വയമേ അയോഗ്യനാക്കപ്പെടുകയുള്ളൂ. കേവലം കുറ്റാരോപിതനായി എന്ന കാരണത്താൽ ഒരാളെ പുറത്താക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നു. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരാളുടെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് അന്വേഷിക്കാമെങ്കിലും കോടതിയുടെ പരിഗണനയിലുള്ള ഒരു ക്രിമിനൽ കേസിന്റെ പേരിൽ അയോഗ്യതാ നടപടി സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ലെന്നാണ് യുഡിഎഫ് പാർലമെന്ററി പാർട്ടിയുടെ വിലയിരുത്തൽ. എത്തിക്സ് കമ്മിറ്റിയിലെ യുഡിഎഫ് അംഗങ്ങളായ റോജി എം ജോണും യു.എ. ലത്തീഫും സർക്കാരിന്റെ നീക്കങ്ങളെ സമിതിക്കുള്ളിൽ തന്നെ പ്രതിരോധിക്കും. എത്തിക്സ് കമ്മിറ്റി അതിന്റെ പരിധി ലംഘിക്കുന്നുവെന്ന് അവർ വാദിക്കും. രാഹുലിനെതിരെ തുടർച്ചയായി 3 പരാതികൾ ഉയർന്നതും അദ്ദേഹം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതും സഭയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കി എന്നതാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ഇത് എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപിൽ വലിയ തർക്കങ്ങൾക്കും വഴിവെക്കും. രാഹുലിനെ എംഎൽഎ സ്ഥാനത്ത് സംരക്ഷിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തോടുള്ള നിലപാടിൽ വിട്ടുവീഴ്ചയില്ല. രണ്ടാമത്തെ പീഡന പരാതി ഉയർന്നതോടെ തന്നെ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. മൂന്നാമത്തെ പരാതിയിൽ കേസെടുത്തപ്പോൾ അതിൽ പാർട്ടിക്ക് എതിർപ്പില്ലെന്നും നിയമത്തിന്റെ വഴിയിൽ അദ്ദേഹം നേരിടട്ടെ എന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിൽ ഒരു ക്രിമിനൽ ആരോപണം നേരിടുന്നയാളെ വെച്ച് പൊറുപ്പിക്കാനാകില്ലെന്ന് കെ.പി.സി.സി ഉറച്ച തീരുമാനമെടുത്തു. എന്നാൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ നിയമപരമായ ശിക്ഷാവിധി ഉണ്ടാകണമെന്നതാണ് കോൺഗ്രസിന്റെ വാദം. ഈ ഇരട്ട നിലപാട് രാഷ്ട്രീയമായി കോൺഗ്രസിന് ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും നിയമപരമായി അവർക്ക് ഇതിൽ ഉറച്ചു നിൽക്കേണ്ടി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദ ചുഴിയിൽ നിൽക്കുമ്പോൾ തന്നെ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു ശക്തി പ്രകടനം യൂത്ത് കോൺഗ്രസ് നടത്തുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ട് അവർ കെ.പി.സി.സിക്ക് കത്ത് നൽകി. ജില്ലയിലെ മൊത്തം സീറ്റുകളിൽ 7 എണ്ണമെങ്കിലും യുവാക്കൾക്ക് നൽകണമെന്നാണ് ആവശ്യം. ഇതിൽ പലതും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളാണെന്നതും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. നിലവിൽ കോൺഗ്രസ് ഘടകകക്ഷിയായ CMPയുടെ കൈവശമാണ് നെന്മാറ സീറ്റ്. എന്നാൽ അത് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവിന് അവിടെ അവസരം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഇത് മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടുന്ന ഒരു പട്ടികയാണ് അവർ കെ.പി.സി.സിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കാൻ ഭരണപക്ഷം ആയുധമാക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചർച്ചയാകുമ്പോൾ രാഹുലിന്റെ വിഷയം കോൺഗ്രസിന് തലവേദനയാകും. ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് രാഹുലിനെ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് തങ്ങൾ സ്ത്രീപക്ഷത്താണെന്ന് കോൺഗ്രസ് വരുത്തി തീർത്തത്. എങ്കിലും എംഎൽഎ സ്ഥാനം സംരക്ഷിക്കുന്നതിലൂടെ അവർ ബി.ജെ.പിയുടെയും CPMന്റെയും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. കുറ്റാരോപിതനായ ഒരു ജനപ്രതിനിധിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പലതവണ ചർച്ചകൾ നടന്നിട്ടുമുണ്ട്. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെയും രാഹുൽ ഗാന്ധിയുടെയും അയോഗ്യതാ വിവാദങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഈ കേസുകളിലെല്ലാം കോടതി വിധി വന്നതിന് ശേഷമാണ് അയോഗ്യത നിലവിൽ വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇനിയും വിചാരണ പോലും ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അയോഗ്യതാ നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്നത് തന്നെയാണ് നിയമവിദഗ്ധരും കരുതുന്നത്. എന്നാൽ എത്തിക്സ് കമ്മിറ്റിക്ക് സഭയുടെ മര്യാദകൾ ലംഘിച്ചു എന്ന പേരിൽ സസ്പെൻഷൻ പോലുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യാം. പാലക്കാട് ജില്ലയിൽ CPMനും ബി.ജെ.പിക്കും വലിയ വേരോട്ടമുള്ള മണ്ഡലങ്ങളുമുണ്ട്. അവിടെ യുവാക്കളെ രംഗത്തിറക്കി മത്സരം കൊഴിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ മുതിർന്ന നേതാക്കളെ പിണക്കിക്കൊണ്ട് 7 സീറ്റുകൾ നൽകാൻ കെ.പി.സി.സി തയ്യാറാകുമോ എന്നത് കണ്ടറിയണം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലായി നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരം പരീക്ഷണങ്ങൾക്ക് നേതൃത്വം തയ്യാറായിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണാനും വയ്യ തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കി ധാർമ്മികത കാത്തു സൂക്ഷിക്കുമ്പോഴും നിയമസഭയ്ക്കുള്ളിൽ അയോഗ്യതാ നീക്കത്തെ എതിർത്ത് രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാൻ UDF നിർബന്ധിതരാകുന്നു. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ വരാനിരിക്കുന്ന തീരുമാനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കും. ഒപ്പം പാലക്കാട്ടെ സീറ്റ് മോഹികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കത്ത് വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് പോരുകൾക്ക് വഴിമരുന്നിടുമോ എന്നും കണ്ടറിയണം. ഏതായാലും കേരള നിയമസഭയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരിനെ ചുറ്റിക്കറങ്ങിയായിരിക്കും മുന്നോട്ട് പോകുന്നത്.